ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ടേസ്റ്റി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ചിക്കൻ BBQ റൈസ്. അപ്പോൾ അതിനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്തൂരി മസാല ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കളറും കൂടി ആഡ് ചെയ്യാം. കളർ ആവശ്യമൊന്നുമില്ല, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനും കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 750 ഗ്രാമോളം ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഫ്രൈ ചെയ്യാതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള വലിയുള്ളി. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസാണ്, അതൊരു 2.5 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓനിയൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ചിക്കൻ്റെ മസാല തേച്ച് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് അടച്ച് വെക്കാം. ഈ ചിക്കൻ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു 2 മണിക്കൂറോളൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ വേറൊരു പാൻ അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 കപ്പോളം ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പാകം ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ തന്നെ പറഞ്ഞത്. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മയോണൈസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഹോട്ട് സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇതിൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അധികം മധുരം മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ക്യാപ്സിക്കവും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് ഏകദേശം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചില്ലി ഓയിൽ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യം
ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം, 1 ടീസ്പൂണിൻ്റെ അടുത്തില്ല അത്രയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇത് എങ്ങനെ സേവ് ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു ഇതാണ് കാണിച്ചു തരുന്നത്. ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചില്ലി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പച്ചക്കറിയുടെ കൂട്ട് തയ്യാറാക്കിയിരുന്നല്ലോ, അതതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച സോസും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ BBQ റൈസ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വേറിട്ടൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന്